അപ്പോൾ ഇന്ന് ഓണമാണ്. അപ്പോൾ ഞങ്ങൾ പൂക്കളം ഇടാമെന്ന് വെച്ചാൽ അമ്മച്ചിയും കൂടെ. അപ്പോൾ പൂക്കൾ കുറച്ച് കിട്ടിയിട്ടുള്ളൂ. ഭയങ്കര വിലയാണ് ഇപ്പോൾ പൂക്കളിലൊക്കെ അല്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാവിലെടുക്കാമെന്ന് വെച്ച്. അപ്പോൾ ഞാനും അമ്മച്ചിയും കൂടെ മാവിലെടുക്കാൻ വേണ്ടി ഇറങ്ങിയേക്കണതാണ്. ഓക്കെ. മാവില പറിച്ചു കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് മാവില കിട്ടിയിട്ടാ നോക്ക്. ഞങ്ങൾ പൂക്കളം ഇടാൻ പോവുകയാണ്. കുറച്ച് പൂക്കളെ കിട്ടിയിട്ടുള്ളത് ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഒരു അടിപൊളി പൂക്കളം ഉണ്ടാക്കാൻ പോകണേണ്ട. എളുപ്പത്തിന് വേണ്ടി ഞാൻ കുറച്ച് ചെയ്ത് വെച്ച് ഇനി ബാക്കിയുള്ള കൂടി ചെയ്തിട്ട് നമുക്ക് കളവിടാം കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ഈ മാവിലൊന്നും പൊടിച്ചു കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ മാവിലിടാതെ പൊടി പൊടി പോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഓണക്കളിട്ട് തുടങ്ങാം. തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുവേണി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. പാട്ട് പാടിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. ടോപ്പിലൊന്നും കിട്ടണമെന്നില്ല. ഇന്ന് ബാലേട്ടനില്ല, ഞാൻ കൃഷ്ണനമ്പലത്തിൽ തൊഴാൻ വന്നേക്കലാണ് കേട്ടോ. ഹാപ്പി ഓണം. പറഞ്ഞോ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അതെ, ഞങ്ങൾ ഓണസദ്യ കഴിക്കണേ ഞാനും അമ്മച്ചിയും കൂടെ. എല്ലാവർക്കും സന്തോഷ കുടുംബത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. നമുക്ക് ഓണമാണല്ലേ. അപ്പോൾ ഒരു പായസം ഉണ്ടാക്കാമെന്ന് വെച്ച്, വെറൈറ്റി പായസം. അപ്പോൾ അത് നമുക്കൊന്ന് കാണാം എന്താണെന്നുള്ളത്. ഞാനിപ്പോൾ ഇതെടുത്ത RCMൻ്റെ ഒരു നമ്മളുടെ നൂഡിൽസ്, അതുകൊണ്ടുള്ളൊരു പായസമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് എന്തൊക്കെ വേണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പശുവിൻ്റെ പാല് 1/2 ലിറ്ററാണ് എടുത്തേക്കുന്നത്. അതിലൊരു ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടുന്നത് നമുക്ക് നൂഡിൽസ്. ഞാനിവിടെ ഒരു 3 പാക്കറ്റ് വെച്ചിട്ടുണ്ട്, പക്ഷേ ഞാനിത് 2 എടുക്കുന്നുള്ളൂ. പിന്നെ ഏലക്ക, കശുവണ്ടി, കിസ്മിസ്, പിന്നെ ഉണക്കമുന്തിരി, 1/2 കപ്പ് പഞ്ചസാര ആവശ്യമുള്ളവർക്ക് അതിൽ കൂടുതൽ ഇടാം കേട്ടോ. പിന്നെ മിൽക്ക് മെയ്ഡ് അത് കുറച്ചിട്ടാൽ മതി. നെയ്യ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കാം. പാല് തിളക്കട്ടെ അവിടെ കിടന്ന്. അപ്പോൾ നമുക്ക് കുറച്ച് പണികൾ ഇവിടെ ഉണ്ട്, അത് നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യമേ 2 സ്പൂൺ നെയ്യിടാം. ഈ നെയ്ക്ക് വരെ ഞങ്ങൾ ആദ്യമേ ഉപയോഗിച്ചപ്പോൾ തവിടെണ്ണയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയാണ് ഇത്തിരി നെയ്യ് ഇടുന്നത്. അപ്പോൾ 2 സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട് അമ്മച്ചി. അപ്പോൾ കശുവണ്ടി വറുത്ത് വരുന്നതിനുള്ളിൽ നമുക്ക് ആ ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ. അമ്മച്ചി കഴിച്ചിട്ടുണ്ടായത്? ഞാൻ ഈ സേമിയ പായസം ഇതുവരെയായിട്ടും സേമിയ പായസോ നൂഡിൽസ് പായസം ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല. ഇന്ന് ആദ്യമായിട്ട് കഴിക്കാൻ പോണേ. എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ നിന്റെ നൂഡിൽസ് പായസം. അടിപൊളി ടേസ്റ്റാണ് ഇത്. ഹെൽത്തി ആൻഡ് ടേസ്റ്റിയാണ്. നമ്മളുടെ നൂഡിൽസിന് നമ്മൾ ഗോതമ്പ് പൊടി, ഓട്സ്, പിന്നെ നമുക്ക് ആരോഗ്യപരമായിട്ട് കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയതാണ്. നമ്മുടെ മറ്റേ നൂഡിൽസിനായാലും പോഷകപ്രദമായ ഒരു സംഭവം കൂടിയാണ് നമുക്ക്. എല്ലാം കൂടി നമ്മൾ കണ്ട വറുത്തു. എല്ലാം മൂത്തു വന്ന് നമുക്കിത് കോരി മാറ്റാം കേട്ടോ. നമ്മൾ ആ 2 നൂഡിൽസില്ലേ പൊടിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കത് നെയ്യിൽ വറുത്തെടുക്കാം. നൂഡിൽസ് നെയ്യിലിട്ട് വറുക്കണേ. ഇനി പൊടിയാക്കണമെങ്കിൽ ഇനിയും പൊടിയാക്കാം കേട്ടോ. ഇത് മതിയായിട്ടുണ്ട്. അപ്പം നമ്മൾ തിളപ്പിച്ച പാലിലേക്ക് ഈ നൂഡിൽസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ സംഭവം. ടേസ്റ്റ് നോക്കാം കേട്ടോ. നമുക്ക് എന്താണെന്നുള്ള സംഭവം നമുക്ക് നോക്കാം. ഞാൻ കഴിച്ചിട്ടുണ്ട്. അമ്മച്ചി അഭിപ്രായം പറയണം കഴിച്ചിട്ട്.
പായസം എന്നുള്ളത് കേട്ടോ. അതിലിട്ടൊന്നും കഴിക്കാൻ പറ്റിയില്ല, ഞങ്ങൾക്ക് വേണ്ടാന്ന് വെച്ചിട്ടാണ്. മധുരത്തിനോടൊക്കെ പുറകോട്ടായല്ല, അപ്പം അതുകൊണ്ട് പായസം ഞങ്ങൾ ആ സമയത്ത് കഴിച്ചില്ല, ഇപ്പോഴാണ് കഴിക്കണത്. ശരി, അപ്പം ഞാൻ പായസം കുടിക്കാൻ തുടങ്ങിട്ടാ. ആഹാ, അടിപൊളി. കുറച്ചും കൂടെ കുറുകണമെന്ന് തോന്നല്ലേ, ഇരുന്ന് കുറുകും അല്ലേ? ഇനി ഇരുന്ന് കുറുകും, സേമിയ ഒന്നും കൂടി വീർക്കും. ഇപ്പം വെന്തിട്ടുണ്ട്, ഇനി ഇത് വീർത്തിരിക്കും. ഇതാ ഇപ്പോഴേ വീർത്തിരിക്കുകയാണ്. ഓക്കെ, ടാറ്റ, ബൈ ബൈ, ഹാപ്പി ഓണം. ഒന്നും കൂടി പറയാം, ഹാപ്പി ഓണം. ഹാപ്പി ഓണം, ഹാപ്പി